കൊല്ലം ചിത്ര കണ്ണൻകോട് KVLPS സ്കൂളിന് സമീപം 11 kV ലൈൻ പൊട്ടി വീണ് തീപിടിച്ചു. തീ പടർന്നു പിടിച്ച് 2 വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. കടക്കിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി ഇപ്പോൾ തീ അണച്ചിരിക്കുന്നു. ഈ വിവരങ്ങളും ജയശങ്കർ നൽകും. ജയശങ്കർ, ഇപ്പോൾ 11 kV ലൈൻ പൊട്ടി വീണുള്ള തീപിടുത്തം അത് വീടുകളിലേക്കും പടർന്നു എന്നുള്ളതാണ്. വലിയ തീപിടുത്തമായിരുന്നു. എന്താണ് അറിയാനാകുന്നത്? സ്മൃതി, 11 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടാക്കുന്നത്. കൊല്ലം ചിത്ര കണ്ണൻകോടാണ് അപകടമുണ്ടായത്. ഈ ഘട്ടത്തിൽ തന്നെ നാട്ടുകാർ ഫയർഫോഴ്സിന് വിവരം അറിയിച്ചു. പിന്നാലെ ചിത്രയിൽ നിന്നും മറ്റും ഫയർഫോഴ്സ് എത്തി ഈ തീ അണയ്ക്കുകയായിരുന്നു. എന്തായാലും നിലവിൽ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. പക്ഷേ പ്രദേശത്ത് 25-ലധികം വീടുകളിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ തന്നെ നശിച്ചു എന്നാണ് നമുക്ക് ലഭ്യമാവുന്നത്. ഈ ലൈൻ പൊട്ടി വീണോടുകൂടി ഇതിൻ്റെ ആഘാതത്തിലാണ് ഈ വീട്ടുപകരണങ്ങളൊക്കെ തന്നെ വ്യാപകമായി നശിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഒപ്പം തന്നെ 2 വീടുകൾക്ക് ഭാഗികമായ കേടുപാടുകളുണ്ട്. 2 വീടുകൾ കത്തി നശിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഭാഗികമാണ് ഈ കേടുപാടുകൾ. എന്തായാലും ഫയർഫോഴ്സ് എത്തി നിലവിൽ ഈ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. നാട്ടുകാരുടെ ഉൾപ്പെടെ പ്രതികരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അവരെ സംബന്ധിച്ച് വലിയൊരു അപകടമാണ് ആ പ്രദേശത്തുണ്ടായത്. കഷ്ടിച്ച് എന്തൊക്കെയോ ഭാഗ്യങ്ങൾ കൊണ്ട് മാത്രമാണ് കൂടുതൽ വീടുകളിലേക്ക് തീ പടരാതെ കൂടുതൽ നാശനഷ്ടം ഉണ്ടാകാതെ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമായത്. എന്തായാലും ഫയർഫോഴ്സ് ഇതിൽ കൃത്യമായൊരു ഇടപെടൽ നടത്തിയെന്ന് തന്നെ വേണം. ഇന്ന് 11 മണിയോടുകൂടിയായിരുന്നു അപകടം. എന്തായാലും KCBയുടെ വിശദീകരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ പുറത്തു വരുന്നുണ്ട്. ഈ ലൈനിൻ്റെ കാലപ്പഴക്കമാണ് ഇത്തരത്തിൽ പൊട്ടി വീഴാനുള്ള കാരണമെന്നാണ് KCB പറയുന്നത്. ഇക്കാര്യത്തിൽ KCB ഇതിനോടകം തന്നെ ഒരു അന്വേഷണവും ആഭ്യന്തര അന്വേഷണവും KCBയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. മറ്റേതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് KCB പരിശോധിക്കുന്നത്. ദുരൂഹതകൾ KCB നിലവിൽ സംശയിക്കുന്നില്ല. കാരണം ലൈനിൻ്റെ കാലപ്പഴക്കം തന്നെ എന്നാണ് അവരുടെ പ്രാഥമികമായിട്ടുള്ള നിഗമനം. എന്തായാലും വിശദമായൊരു അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകും. നിരവധി വീടുകളിലാണ് സ്മൃതി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉൾപ്പെടെ കേടുപാടുകളിലായിരിക്കുന്നത്. ഏകദേശം 10 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമെന്നാണ് നാട്ടുകാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. എന്തായാലും അക്കാര്യത്തിലൊക്കെ റവന്യൂ വകുപ്പിൻ്റെ ഒരു പരിശോധന നടക്കണം. ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണമാണ്. എന്തായാലും വലിയൊരു അപകടമാണ് ഉണ്ടായത്. അപകടത്തിൽ വലിയ തോതിൽ ആർക്കും തന്നെ പരിക്കില്ല, ആളപായം ഉണ്ടായിട്ടില്ല എന്നത് ആശ്വാസം നൽകുന്ന കാര്യമാണ്. സ്മൃതി, ശരി. AP ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.